ചുമ്മാതിരിക്കുന്ന നല്ല ചേട്ടാ. എന്റെ ജാനമ്മേ, നീ തൊടുമ്പം കുളിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെയോ തോന്നും. സാരി മുഴുവൻ നനയട്ടെ, നമുക്ക് ഒരുമിച്ച് കുളിക്കാം. വെറുതെ ഇരിക്കുന്നു. അച്ഛാ, പോലീസ് അമ്മ വന്നു. ആ, അതാ വരുന്നു. നിന്റെ അച്ഛൻ എന്നെ കടയിൽ പോയില്ലേ? ഇന്ന് ശനിയാഴ്ചയില്ലേ, അച്ഛൻ തേച്ചു കുളിക്കുന്ന ദിവസാ. 10 മണിക്കല്ലേ കട തുറക്കൂ. ഞാൻ ആ കാര്യം അങ്ങ് മറന്നുപോയി. നിങ്ങൾ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു? ഞാൻ മാത്രമേ കഴിച്ചുള്ളൂ. എന്താ രാവിലെ തന്നെ? ഒരുമിച്ചുള്ള കുളിയായിരുന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നു, എന്തേലും കഴിക്കാൻ വേണം. നല്ല പുട്ടും പയറും ഉണ്ട്. ജാനമ്മേ, എടുത്തു വെക്ക്. അല്ല, നീ വീട്ടിൽ നിന്നല്ലേ വരുന്നേ? അത് വീടാണോ? എനിക്ക് മടുത്തു നല്ലഞ്ഞ. കടം വാങ്ങി ഞാൻ മുടിഞ്ഞു. ശമ്പളം വാങ്ങുന്ന ദിവസം സ്റ്റേഷനിലുള്ള ഒറ്റ പോലീസുകാരൻ എന്റെ മുഖത്ത് നോക്കത്തില്ല. ഞാൻ പിന്നെയും കടം ചോദിക്കുമെന്ന അവരുടെ പേടി. സാരമില്ലടാ, എല്ലാം ശരിയാവും. നീ വരുന്നു അറിഞ്ഞപ്പോ എനിക്കുണ്ടായ ഒരു ത്രിൽ. The whole day has come back. ഇതാ ഇത് 200. ഇനി 200 കൂടി തന്നാലേ കണക്ക് ശരിയാവും. 200 മതിയെന്നല്ലേ അവിടുന്ന് പുറപ്പെടുമ്പോ താൻ പറഞ്ഞത്? അത് വൺ വേ. ഞാൻ കാലിയായിട്ട് തിരിച്ചു പോണ്ടേ? ലഗേജ് തുടർന്ന് എന്റെ കാശ് തന്നിട്ട്. നോക്ക്, പ്രശ്നം ഗുരുതരമാണെന്നാ തോന്നുന്നു. മുട്ടി നോക്കാം. പെണ്ണുങ്ങളുടെ എന്തോ ആവാന്നാണോ? ലഗേജ് തുടരുന്നാ പറഞ്ഞേ. നമ്മളത് കുറെ കണ്ടതാ. സമയം കളയാ, കാശ് എടുക്ക. എനിക്ക് വേറെ ഓട്ടം ഉണ്ട്. എന്താ പ്രശ്നം? സാർ എന്നെ ഒന്ന് സഹായിക്കണം. 200 രൂപ സമ്മതിച്ചാ ഞാൻ കാറിൽ കയറിയത്. ഇവിടെ വന്നപ്പോ അയാൾ 400 രൂപ വേണമെന്ന് പറയുന്നു. ഇത് എവിടുത്തെ ന്യായ? ലഗേജ് തരില്ലത്രേ. എന്താണോ സാർ ഇതിൽ ഇടപെടണ്ട. പക്ഷെ എനിക്ക് ഇതിൽ ഇടപെട്ടേ പറ്റൂ. കാരണം ഈ തൊപ്പി തലയിൽ കയറിപ്പോയില്ലേ. പെണ്ണുങ്ങടുത്ത് മേക്കിട്ട് കയറാ പോടോ. ആഹാ, താൻ പോവില്ലേ? എന്നാ സ്റ്റേഷനിൽ ചെന്ന് കണക്ക് തീർക്കാം. എന്താ എന്റെ നമ്പർ? KLD 9031. KLD 9031. എവിടെയോ തന്നെ ലൈസൻസ് ബുക്കും. ഇത് കുറെ കഷ്ടമാണ്. ഒരു കഷ്ടമില്ല, പോടോ. വളരെ നന്ദിയുണ്ട്. എന്താ സാറിന്റെ പേര്? പ്രഭാകരൻ കെ. വെറും കോൺസ്റ്റബിൾ ആണെന്ന് വിചാരിക്കണ്ട, സബ് ഇൻസ്പെക്ടർക്ക് പോലും പേടിയാ. ഇവിടെ പ്രഭാകരൻ നല്ല പേരാ. അതുകൊണ്ട് തന്നെ കളവും പിടിച്ചു പറയും കുറവാ. പരിചയപ്പെട്ടതിൽ വളരെ സന്തോഷം. ഹലോ, ഇതാണോ നിങ്ങളുടെ മര്യാദ? 200 രൂപയുടെ ലാഭം ഒരു നന്ദി വാക്കിൽ ഒതുക്കാവുന്നതാണോ? ഞാനെന്താ ചെയ്യേണ്ടത്? ഒരു 50 റുപ്പീസ് എടുക്കണം. ക്ഷമിക്കണം, വാങ്ങില്ലെന്ന് കരുതി. ഇക്കാലത്ത് വാങ്ങുന്നവനാണ് മാന്യൻ. ആ പൈസ മേടിച്ച് ഏതായാലും ശരിയായില്ല. തൽക്കാലം നീ ഇതങ്ങോട്ട് പിടിക്ക്. ഞാൻ തരാനുള്ള 2150 കുറയട്ടോ. ഇല്ലാത്ത കുറ്റം ഉണ്ടാക്കി നീ നകത്താക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ആ, നീ എപ്പോ വന്നു? ശകലം മുമ്പേ. ആ നാറാവിള്ള ചേട്ടന് വേറെ ജോലിയൊന്നുമില്ല. രാവിലെ വന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചെന്നെ പോക്കി. സത്യം പറയടി, ഇന്ന് എത്ര പേരെ പോക്കറ്റ് അടിച്ചു? സത്യമോ ചേട്ടാ ഞാൻ പറഞ്ഞത്? ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ലെന്ന്. വിളിച്ചത് കൊച്ചേട്ടനോ? എടീ, നിന്റെ ഈ കൊഞ്ചലും കൊച്ചേട്ടനും കൂടിയൊക്കെ എന്നെ പോലെ പ്രായമുള്ളവരടുത്ത് മതി. അവൻ കൊച്ചനാ, വെറുതെ ചീത്തയാക്കരുത് കേട്ടോ. ഞാൻ അവളെ ചോദ്യം ചെയ്യായിരുന്നു. ആ, ചോദ്യം ചെയ്തൊക്കെ പിന്നെ നമുക്ക് വേറൊരു കാര്യം ആലോചിക്കാനുണ്ട്. ഇനി ഞാൻ പറഞ്ഞോട്ടെ സാർ. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട കുര്യാക്കോ സാറ് ഈ വരുന്ന 23-ാം തീയതി ജോലിയിൽ നിന്ന് പിരിയാണ്. നമുക്ക് അദ്ദേഹത്തിന് ഒരു സെൻഡ് ഓഫ് കൊടുക്കണം. പരിപാടി ഉഗ്രമാക്കണം. കാര്യമായിട്ടൊരു പിരിവ് നടത്താം. അല്ല, നിർത്തിക്കാളാ. നീ പിരിച്ചോടത്തോളം മതി. നീ എന്റെ ഷെയർ കടം പറയാതെ തന്നാ മതി. പ്രഭാകരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീ എനിക്ക് തരാനുള്ള പൈസ അത് എന്നെ ഒഴിവാക്കി. കാരണം അതെനിക്ക് കിട്ടില്ലെന്നറിയാം. പക്ഷെ കുര്യാക്കോ സാറിന്റെ കാര്യം വലിയ കഷ്ടത്തിലാ. നീ അയാൾക്ക് കൊടുക്കാനുള്ള 135 രൂപ അയാൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് കൊടുത്താൽ വലിയ ഉപകാരം. ഇതുപോലെ നമുക്ക് കിട്ടാനുള്ള റിട്ടയർമെന്റ് സമയത്തൊക്കെ ആയിരിക്കും കിട്ടുക. കടത്തിന്റെ കാര്യം പറയാനല്ല നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. കുര്യാക്കോ സാറിന്റെ സെൻഡ് ഓഫ് പരിപാടിയെ കുറിച്ച് ആലോചിക്കാനാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 3 വർഷക്കാലം ഈ നാട്ടിൽ നിയമത്തിന്റെ പ്രകാശം പരത്തിയിരുന്ന ആ ദീപമിതാ പൊലിയുന്നു. ഇല്ല, പൊലിഞ്ഞിട്ടില്ല. നമ്മോട് വിട പറയുകയാണ്. ധീരനും ശൂരനും പരാക്രമിയുമായ നമ്മുടെ കുര്യാക്കോ സാറിനെ പുകഴ്ത്താൻ പറ്റിയ വാക്കുകൾ എന്റെ മലയാള ഭാഷ നിന്റെ കണ്ടുവരില്ലല്ലോ. ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് അടുത്തതായി പോലീസ് കലാസമിതിയുടെ സെക്രട്ടറി കോൺസ്റ്റബിൾ കെ പ്രഭാകരനെ നിങ്ങളുടെ പ്രസംഗത്തിന് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട കുര്യാക്കോ സാർ, അങ്ങിരുന്ന് ആ കസേരയിൽ ഇരിക്കാൻ കഴിവുള്ള അർഹതയുള്ള ഒരാൾ
ഇനി ഉണ്ടാകുമോ സംശയമാണ്. ആ കസേരയിലേക്ക് നോക്കുമ്പോൾ ഇനി എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും പൊട്ടിക്കരയാതിരിക്കാൻ കഴിയുമോ? എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല. അടുത്തായി PC അബ്ദുള്ള പ്രസംഗിക്കും. പ്രിയ സാരല്ല. നമസ്കാരം. അങ്ങോട്ട് കൊണ്ട് കടുപ്പിക്കോ. മറുപടി പ്രസംഗത്തിനായി നമ്മുടെ കുര്യാക്കോസ് സാറിനെ ക്ഷണിച്ചോളൂ. സ്നേഹിതരെ, സഹപ്രവർത്തകരെ, ഇത്രയും വിപുലമായ ഈ യാത്രയപ്പിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ സഹപ്രവർത്തകരെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് അങ്ങേയറ്റം സങ്കടമുണ്ട്. പക്ഷെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഈ ദുഃഖവളിയിൽ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കലാസമിതിയുടെ കലാപരിപാടികൾ കണ്ട് ആസ്വദിച്ച് അല്പമെങ്കിലും ആശ്വസിക്കും. ഞാൻ ഹെഡ് കോൺസ്റ്റബിൾ നാരായണപിള്ള, കോൺസ്റ്റബിൾ സുമതി, പ്രഭാകരൻ, അബ്ദു, കുഞ്ഞിക്കണാരൻ, സാറ് വന്നോട്ടെ, ഭരതൻ, ലക്ഷ്മണൻ, ശ്രീരാമൻ എടുത്തോടോ. അല്ല, എന്ത് പറ്റി എനിക്ക്? എന്താണിത്? എനിക്ക് മാപ്പ് തരണം. അന്ന് അറിയാതെ വാങ്ങിച്ചു പോയ 50 രൂപ. സാധാരണയായി 25% റേറ്റ്. ക്ഷമിക്കണം, ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എടുത്തോളൂ. ഞാൻ ഭിക്ഷ കൊടുത്തത് തിരിച്ചു വാങ്ങാറില്ല. എടുക്കാനല്ലേ പറഞ്ഞത്? കാണേണ്ടതായിരുന്നു. രൂപയും പിടിച്ചുള്ള ആ നിൽപ്പും ഭാവവും ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ശരിക്കും അങ്ങ് വരട്ടി. ഇനി ഒരിക്കലും ഈ മാതിരി കഞ്ഞി ഇടപാടിന് പോവില്ല. കഞ്ഞിത്തരവും കൈക്കൂലി വാങ്ങലും ശീലിച്ചവർ അത്ര എളുപ്പമൊന്നും മാറില്ലടി. ണ്ടല്ലോ. ഛേ, ചുമ്മാതിരിയടി. ആ പിന്നെ, ഞാനിപ്പോ സ്ഥലത്തെ SI ആണെന്ന് അറിയാലോ. ഈ നാട്ടിലുള്ളവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാ. നിനക്കും വേണ്ടേ സംരക്ഷണം? ഞാൻ തരാം. ഇനി നിന്നെ ഉപദ്രവിക്കാനോ ശല്യം ചെയ്യാനോ നിന്റെ ഭർത്താവങ്ങാനും വന്നാ തൂക്കിയെടുത്ത് ഞാൻ അകത്തിടും. വേണ്ട ആശേ, ഇനി അയാളുമായുള്ള ജീവിതമാവില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞു കഴിഞ്ഞില്ലേ. ഇപ്പോ അയാൾക്ക് എന്നെ വേണമെന്ന് തോന്നുന്നില്ല. ദിവസവും ഓരോ പെണ്ണുങ്ങളാണ് ഇത്ര കൂടെ. അച്ഛനും അമ്മയും കൂടി കണ്ടെത്തിയ മകളുടെ സ്നേഹസമ്പന്നനായ ഭർത്താവ്. ഇന്ന് അതിന്റെ പേരിൽ അവരെത്രമാത്രം ദുഃഖിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? എന്റെ മനസ്സിന്റെ ശാപമാണത്. ഈ ജാതി ബിസ്ക്കറ്റ് ഇനി എന്റെ ഇവിടെ വട്ടത്തിലുള്ളത്? കടയിലെ സാധനങ്ങൾ എവിടെ പോകണമെന്ന് അളിയും ചോദിക്കാറില്ലേ? ദേ കണ്ടോ, ഈ കുപ്പിയിൽ 1 കിലോ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കടയടച്ചാൽ ഇനി ഇവിടെ ഒരു സാധനവും ബാക്കി ഉണ്ടാവില്ല. അച്ഛൻ ഇനി വന്നേ. മോങ്ങാനിരിക്കുന്ന നായയുടെ തലേ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ. എന്നാ നീ ഒരു 5 രൂപ. ഓ, അപ്പൊ രാവിലെ തന്നെ വെള്ളവടി തുടങ്ങാമല്ലേ? അച്ഛൻ വീട്ടിലോട്ട് പോയേ. വീട്ടിലേക്ക് പോവാനോ? എന്റെ വീട്ടിലേക്ക് എപ്പോ പോകണമെന്ന് എനിക്കറിയാം. അപ്പൊ നീ തരില്ല അല്ലേ? അമ്മാവന് 5 രൂപ ഞാൻ തരാം. നീ വിളിച്ചാൽ ഞാൻ വരും. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം. പ്രഭാര, ഞാനൊരു കാര്യം ആലോചിക്കായിരുന്നു. അമ്മാവന് വട്ടച്ചെലവുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നാളെ മുതൽ അമ്മാവന് ഇവിടെ ഇരുന്ന് കണക്ക് എഴുതിയാൽ മതി. ഞാൻ കടയില്ലാത്തപ്പം അത്യാവശ്യം സാധനം എടുത്തു കൊടുക്കണം. അത് വേണോ? അത് വേണം. ഒടുവിൽ നമ്മൾ തമ്മിൽ പിണങ്ങാൻ ഇടവരരുത്. തന്തയ്ക്ക് പറക്കാത്തവനെ. മോനെ, ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്യല്ലേ. അഡ്വാൻസ് ആയിട്ട് ഒരു 10 രൂപ.
അയ്യോ 10 നോട്ടില്ലല്ലോ. ബാക്കി നിനക്ക് 10 രൂപ കിട്ടണമെന്നല്ലേ ഉള്ളൂ. മോനെ ഒരു 10 രൂപ കൊടുത്തവന്. എന്തെങ്ങനെ നടക്കണേ? ഞാൻ കെടുക്കല്ല, നടുവോടെ വരെടുത്ത് കുത്തി കെടുത്തിക്കളാണ്. ആര്? വാസു. ശ്വാസം കിട്ടില്ല. ഹലോ, യെസ്, ആ കൊടുക്കാം. ഹലോ, എങ്ങനെയാണ് അയാൾ രക്ഷപ്പെട്ടത്? ഞാൻ അവൻ ഊണായിട്ട് സെല്ലിനകത്ത് കയറിയപ്പം അവൻ ഉറക്കം നടിച്ചെടുക്കായിരുന്നു. അബ്ദുവിന്റെ നിലവിളി കേട്ടിട്ടാ ഞാൻ ഓടിച്ചെന്നത്. അവൻ എന്റെ മോന്ത് കൊന്നിട്ട് ഓടിക്കളഞ്ഞെന്ന്. എന്നിട്ട് നിങ്ങളൊക്കെ നോക്കി നിന്നോ? പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ ഈ സ്റ്റേഷനിൽ ആദ്യത്തെ സംഭവം അത്. ഞങ്ങളൊക്കെ കൂടെ ഓടിയതല്ലേ, പെട്ടെന്നല്ലേ കാണാതായത്. അവന് മായയും മന്ത്രമൊക്കെ അറിയാവുന്ന പറഞ്ഞു. Stop it. വിവരക്കേട് പറയാതെ പോയി സെർച്ച് ചെയ്യൂ. നാളെ അവനെ കോർട്ടിൽ ഹാജരാക്കാനേ ഓർഡർ. ആ SIയുടെ മുമ്പിൽ തല കാണിക്കാൻ വയ്യെന്നായി. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അവരിട്ടങ്ങ് ചാടിക്കുക. 50 രൂപ വാങ്ങിയതിന്റെ പുലിവാര്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ രൂപ വാങ്ങിയത് ശരിയായില്ലെന്ന്. പണത്തിന് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്ന് വെച്ച് ആ രസയാണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? ആ വടിവാള് വാസുവിനെ പിടിച്ച ക്രെഡിറ്റിൽ അല്പം ഒന്ന് തല ഉയർത്തി നിന്നതാ. ഞാൻ പറഞ്ഞ രൂപയുടെ കാര്യം എന്തായി? കടയിൽ തിരിച്ചടക്കില്ല. ഇനി രൂപയുടെ കാര്യം എന്നോട് സംസാരിക്കണ്ട. എന്നെ കൊണ്ട് തീരെ നിവർത്തിയില്ല. കൊച്ചിന് പിന്നെ വയറ്റിളക്കും. നിന്റെ പെങ്ങക്കാണി വ്യാക്കൂണും. രണ്ടാമത് വയറ്റുണ്ടെന്നാ തോന്നുന്നത്. അത് ശരി. അപ്പൊ ഇനി രണ്ടാമത്തെ പേരിന്റെ ചെലവ് ഞാൻ ഉണ്ടാക്കണം. എനിക്ക് മനസ്സില്ല. എന്റെ കുറ്റമല്ല. കണക്ക് സംസാരിക്കണ തെണ്ടി. ഇല്ലെങ്കിൽ നിന്റെ കഴുത്തി ഞാൻ ഒടിക്കും. അടക്കം ഒതുക്കായിട്ട് വളർത്തിയ എന്റെ ചേച്ചിയെ അവളെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ ആ നാക്കി ഞാൻ പിടിതെടുക്കും. ശരീരത്തിൽ കാക്കിയോടെന്ന് കരുതി നീ അധികം നീളിക്കണ്ട. ഞാൻ വിചാരിച്ച നിന്റെ ജോലി കളയാൻ കഴിയും. എന്നാൽ അത് തന്നെ ഒന്ന് കാണട്ടെ. പോലീസ് ഉപ്പായത്തിന്റെ വില കാണിക്കരുത്. എന്താ ഇത്? ക്ഷമിക്കുന്നതിന് ഒരു അതിരില്ലേ? ഞാൻ കൊടുത്തിട്ടുള്ളതല്ലാതെ എന്റെ പെങ്ങളെ കെട്ടിയതിനു ശേഷം കാൽ കാശ് ഉണ്ടാക്കിയിട്ടുണ്ടോ ഇവൻ? എന്നിട്ടും അവൻ പറഞ്ഞു കേട്ടില്ലേ ഇവനെ ഇന്ന് ഞാൻ. നീ വാ, ഞാൻ പറയട്ടെ. എന്തൊരു കോല മോളെ ഇത്. നേരം പരവരാന്ന് വിളിക്കുന്നതിനും ഈ സുഖമില്ലാത്ത കുഞ്ഞിനെയും കൊണ്ട് അങ്ങനെ ഇറക്കി വിട്ട ഇങ്ങോട്ടല്ലേ എനിക്ക് വരാൻ പറ്റൂ? ദാമോദരൻ നിന്നെ ഇറക്കി വിട്ടെന്നോ? എന്തിനെ? പൊന്നുമോനെ വിളിച്ച് ചോദിക്കും. ഇന്നലെ രാത്രി നടുറോഡിലിട്ട് ഇഞ്ചി ചതക്കുന്ന പോലല്ലേ ചാച്ചത്. ശരീരത്തിൽ ഇടി കൊള്ളാത്ത ഒരു ഇഞ്ചി സ്ഥലം ബാക്കിയില്ല. കുറച്ച് രൂപ ചോദിച്ചെന്ന് വെച്ച് ഇങ്ങനെ കടുങ്ങി കാണിക്കേണ്ട കാര്യമുണ്ടോ? പ്രായമായ പെമ്മക്കടെ മുമ്പിൽ തന്ത്ര കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? അങ്ങോട്ട് എഴുന്നേക്ക്. കാപ്പി ആയാ? കാപ്പി കാപ്പി. എന്തിനാ കാപ്പി? കാലത്തോരോട് കല്ല് തന്നെ ആവട്ടെ. മോള് വന്ന് നിൽക്കുന്നുണ്ടല്ലേ? എന്തൊരു ബഹളമായത്. അമ്മയ്ക്ക് എന്താ വട്ട് പിടിച്ചോ? അതേടാ, അമ്മയ്ക്ക് വട്ട. എന്റെ പെണ്ണിനെ അവൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. സ്വന്തം അനിയനോടാണോ പോലീസ് ഓറ കാണിക്കുന്നത്? അയാൾക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ടുമില്ല, പിന്നെ തല്ലും. ഒരു പെങ്ങളെ കുറിച്ച് ആങ്ങളോട് പറയാൻ പാടില്ലാത്ത അയാൾ പറഞ്ഞു. അതുകൊണ്ടാണ് തല്ലിയത്. പോക്കത്തരം പറഞ്ഞാൽ ഇനിയും തല്ലും. നിന്റെ തല്ലുള്ള ഞാൻ അങ്ങനെ നിന്ന് വന്നിട്ട് വേണ്ടേ? ബന്ധം വേർപെടുത്തും തീർത്ത് പറഞ്ഞിരിക്കുക. അങ്ങനെ അവൻ പറഞ്ഞോ? എങ്കിൽ നീ രക്ഷപ്പെട്ടു. അച്ഛൻ അങ്ങനെ പറയാം. കയ്യിലൊന്നും വയറ്റിലൊന്നും ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകാനാ. ആ വയറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. എന്റെ വയറ് കാലിയാ. ഇത്തിരി കാപ്പി എടുത്തേ. കാപ്പി. എടാ പ്രഭാകര, നീ പോയി എന്നോട്ട് ക്ഷമ ചോദിക്ക്. എന്റെ പട്ടി പോവും. എന്നാ പിന്നെ അവളോടെ നിക്കട്ടെ. അതാ നല്ലത്. ചേച്ചിയുടെ മാത്രം ചെലവ് നോക്കിയാൽ മതിയല്ലോ. അളിയന്റെയും കൂടെ നോക്കണ്ടല്ലോ. ഞാൻ വഴിയാതാരായത് തന്നെ. ചേച്ചി ഒന്ന് ചുമ്മാ ഇരി. ഒരാഴ്ച ചേച്ചി ഇവിടെ നിൽക്കി. 8ാം ദിവസം ഒരു പാട്ടും പാടി ചേട്ടൻ ഇവിടെ വരും. അത്ര തന്നെ. മോനെ, നീ കക്കൂസരിക്ക. ഒറ്റ മിനിറ്റ് ഞാൻ വരാം. സാവധാനത്തിൽ പോയാൽ മതി. എനിക്ക് രാവിലെ ഡ്യൂട്ടി ഉള്ളതാ. വയസ്സായ മനുഷ്യന് തൂറാൻ പോലും സ്വാതന്ത്ര്യം ഇല്ല.